നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവർ ഇനി മുതൽ 21 ദിവസത്തേക്ക് പഴയതുപോലെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കണം. അത് പറയാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് അല്പനേരം മിണ്ടാതിരുന്നത്. എന്തായാലും കാര്യങ്ങൾ ഞങ്ങൾ അറിയേണ്ട തിരുമേനി പറഞ്ഞാട്ടെ. എന്തു ദോഷമുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരമില്ലേ തിരുമേനി പറയേ. ഈ കുട്ടി ജനിച്ച ദിവസം തന്നെ ഇതിന്റെ അമ്മ ഇതിനെ ഉപേക്ഷിച്ചു പോയല്ലേ? അത് പറഞ്ഞല്ലോ തിരുമേനി, ഉപേക്ഷിച്ചു പോയവളാ. ദാ അഭയം ചോദിച്ച് പിന്നെ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ജനനത്തോടെ ഇതിന്റെ മാതാപിതാക്കൾ പരസ്പരം പിരിഞ്ഞിരുന്നോ എന്നാണ്. പിരിഞ്ഞിരുന്നു. കാർത്തിക് വേറെ കല്യാണവും കഴിച്ചു. ഞങ്ങളുടെ കൊച്ചുമകൾ മീനാക്ഷിയെ. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ജനനത്തോടെ ഇതിന്റെ മാതാപിതാക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു, ശരിയാണോ? ശരിയാണ്. എന്റെ വൈശാഖി ഇന്ദ്രജ വഴി ജോത്സ്യനിലേക്കും പ്രവേശിക്കും. ഈ കുട്ടി ജനിച്ചതിൽ പിന്നെയാണ് ഈ കുടുംബത്തിൽ അനവധിയായ പ്രശ്നങ്ങൾ വന്നു ചേർന്നത്. അത് തീർന്നില്ല, തീരുകയുമില്ല, ഇനിയും തുടരും. തിരുമേനി, പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പറയാതിരിക്കാനും നിർവാഹമില്ല. ഒന്നിനു പിറകെ ഒന്നായി ദുർമരണങ്ങൾ വരെ ഈ തറവാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്റെ ദേവിയെ, ദൈവമേ, ജ്യോതിഷം കള്ളം പറയില്ല. ഈ കുട്ടി ജനിച്ച ഉടനെ ഇതിന്റെ മാതാവ് നാടാകെ യാതൊരു സ്വസ്ഥതയുമില്ലാതെ ഓടി നടന്നു. ഇതിന്റെ പിതാവിന് മാനസിക നില തെറ്റിയ നിലയിലായിരുന്നു. സത്യമാണല്ലോ. പ്രശ്നപരിഹാരം പറഞ്ഞോളൂ തിരുമേനി, നമുക്കത് ഉടനെ ചെയ്യാം. നോക്കട്ടെ. അതെങ്ങനെ? ഒരിക്കൽ കൂടി നോക്കാം. ഇതെന്താ ഈ പോംവഴി? ഒന്നുകൂടി നോക്കാം. ഈശ്വര,
എന്താ തിരുമേനി? എങ്ങനെയാ ഞാനത് പറയുക? 3 പ്രാവശ്യം നോക്കിയിട്ടും ഈ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരമേ കാണുന്നുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ പിതാവിനും മാതാവിനും മാത്രമല്ല, തറവാട്ടിൽ പലർക്കും മരണം സംഭവിക്കാവുന്ന ആപത്തുകൾ വരെ നേരിടേണ്ടി വരും. ആ പരിഹാരം എന്താണെന്ന് പറയൂ തിരുമേനി. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. പ്രശ്നപരിഹാരം അതേപടി ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ തറവാട് വരെ ഇല്ലാണ്ടാകും. പ്രശ്നപരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണ് യഥാർത്ഥ അച്ഛനും അമ്മയും? ഞാൻ ആ കുഞ്ഞിനെ പ്രസവിച്ച അതിന്റെ അമ്മ. ഞാനാ അച്ഛൻ. ഇവർ ഇനി മുതൽ 21 ദിവസത്തേക്ക് പഴയതുപോലെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കണം. എന്ത്? എന്തൊക്കെയാ ഈ തിരുമേനി പറയുന്നത്? ഏതച്ഛനും അമ്മയും വന്ന് തിരുമേനി വ്യക്തമായിട്ട് പറയണം. ആ കുഞ്ഞിനെ പ്രസവിച്ചവള് ഉപേക്ഷിച്ചു പോയപ്പോ അതിനെ അന്ന് മുതൽ എടുത്തു വളർത്തിയ ഞാനാ അതിന്റെ യഥാർത്ഥ അമ്മ. കുഞ്ഞിനെ പ്രസവിച്ച ഞാനാ അതിന്റെ യഥാർത്ഥ അമ്മ. കാർത്തി അതിന്റെ അച്ഛൻ. ഞങ്ങൾ ഒരുമിച്ച് 21 ദിവസം ജീവിക്കണമെന്നല്ലേ ജോത്സ്യം പറഞ്ഞത്? അത് നിന്റെ മോഹം. അതൊന്നും നടക്കില്ല. അങ്ങനെ വല്ല അവസ്ഥയും വന്നാ നിന്നെ തുണ്ടം അരിഞ്ഞിട്ട് ഞാൻ വല്ല സെൻട്രൽ ജയിലും പോയി കിടക്കും. തിരുമേനി, ഇത്തരം പ്രശ്നപരിഹാരം ഒന്നും പറയരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.